നമ്മൾ റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിലെ കോർട്ട്യാർഡാണെന്ന് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ആ ഒരു കോർട്ട്യാർഡ് സ്പേസ്. ഈ ഒരു സ്പേസ് നമ്മൾ ഡൈനിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഡൈനിങ്ങുമായിട്ട് ഒരു പാർട്ടീഷനായിട്ട് നമ്മളോട് ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോർട്ട്യാർഡിന് വേണ്ടി ചെയ്ത ഒരു ഏരിയ അല്ല. ഇത് 2 റൂമുകൾക്കിടയിലുള്ള ഒരു ഫ്രീ സ്പേസ് ആയിരുന്നു. നമ്മൾ അതിനെ ഫിനിഷിങ്ങിലേക്ക് വന്ന സമയത്ത് ഒരു കോർട്ട്യാർഡ് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോളിൽ ഇതൊരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് വോളിൽ നമ്മളൊരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറ് വുഡൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇരുന്ന് ഒന്ന് ആസ്വദിക്കാനോ റിലാക്സ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ചെയേഴ്സും അതേപോലെ ഒരു സ്വിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിങ് കാര്യങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ റൂഫിൽ ഗ്ലാസ് ആണ് കാണിച്ചത്. ഗ്ലാസും വിത്ത് ഇൻഡസ്ട്രിയൽ വർക്കും അതേപോലെ തന്നെ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ കാണുന്ന പോർഷനിൽ ഒരു ജാളി വർക്കും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ടാൽ ഡൈനിങ്ങിലേക്ക് ആവശ്യത്തിലധികം എയറും അതേപോലെ തന്നെ വെളിച്ചവും കിട്ടുന്ന ഒരു സ്പേസ് ആക്കിയിട്ട് ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് വീടിനെ മൊത്തം മാറ്റാനായിട്ട് ഈ ഒരു സ്പേസ് നന്നായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.